എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചോറിനൊപ്പം ഒഴിച്ചുണ്ണാൻ നല്ലൊരു നാടൻ കറി ആയാലോ? വെറും 10 മിനിറ്റ് മാത്രമേ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ രണ്ടാമതൊരു കറിയെപ്പറ്റി നമ്മൾ അന്വേഷിക്കുകയേ വേണ്ട. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് ചോറിനൊപ്പം ഇത് ഒഴിച്ച് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറി. വേഗത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നു. ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂട്ട് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ? ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പ് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. നമുക്ക് സാമ്പാർ പരിപ്പ് വെച്ചിട്ടും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചെറുപയർ പരിപ്പിനോടൊപ്പം നമുക്ക് ഒരു തക്കാളിയും കൂടി ആവശ്യമുണ്ട്. ഇവ വെച്ചിട്ടാണ് നമ്മൾ ഇനി കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഒരു 10 മിനിറ്റ് മാത്രമേ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് എടുക്കുകയുമുള്ളൂ. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവുമാണ് എടുത്തേക്കുന്നത്. ഇവ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. കഴുകിയെടുത്തിരിക്കുന്ന ചെറുപയർ പരിപ്പ് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ എണ്ണയിലൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് വേണമെങ്കിലും തയ്യാറാക്കാം. അല്ലാതെ നമുക്കിത് മൂപ്പിക്കാതെ വേണമെങ്കിലും കഴുകിയെടുത്ത് കുക്കറിലോട്ടിട്ട് വിസിലടിപ്പിച്ച് വേവിച്ചെടുത്താലും മതി. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ്. ഒരു 2-3 മിനിറ്റ് ഇളക്കി ചെറുതായിട്ടൊന്ന് നിറം മാറി വരണം ആ ചെറുപയർ പരിപ്പിൻ്റെ. ഇപ്പം നിറമൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. മൂപ്പിച്ചെടുത്ത പയർ ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1-2 കാര്യങ്ങളോട് ചേർത്തിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. മീഡിയം വലിപ്പമുള്ള ഒരു തക്കാളി, എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറി ലീഫ്, ഒരു 4 അല്ലി വെളുത്തുള്ളിയും, അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇവയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്ത് ഒരു 2 വിസിലടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ പരിപ്പും തക്കാളിയൊക്കെ വേകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പം റെഡിയാക്കി എടുക്കാം. ലേശം വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ആ ഒരു കൂട്ടും നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. 2 വിസിലടുപ്പിച്ച് കറി വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിലടുപ്പിച്ചാൽ മാത്രം മതി. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് തന്നെ ആ കറിക്കൂട്ടിലോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമുക്ക് തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്ത ഈ ഒരു കൂട്ടാണ് ഞാൻ ഈ മൺചട്ടിയിലോട്ട് മാറ്റിയേക്കുന്നത്. ഇനി അരച്ചെടുത്തിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് തേങ്ങയുടെയൊക്കെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. അരപ്പ് ചേർത്ത് എടുത്ത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. വെറും 10 മിനിറ്റ് മാത്രം മതി ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറാക്കിയെടുക്കാൻ. ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതൊരു കറിയുടെ ആവശ്യമേ ഇല്ല ചോറിൻ്റെ കൂടെ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. നമ്മൾ ഓയിലൊന്ന് വറുത്ത് ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ റോയായിട്ട് തയ്യാറാക്കി എടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും നമ്മൾ ചെറുതായിട്ട് ഓയിലൊന്ന് വറുത്തിട്ട് ഈ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ. അരപ്പൊക്കെ ചെറുതായിട്ട് ചൂടായി വന്നപ്പം ഞാൻ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുവെള്ളം വേണം നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ. കറി നല്ലതുപോലെ ചൂടായിട്ടിരിക്കുമ്പോൾ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ചെറിയ ചൂടുവെള്ളം കറിക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ആവശ്യമുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് വേണം കറി തയ്യാറാക്കി എടുക്കാൻ. ഇനി കറി ഒന്ന് താളിച്ചും കൂടെ ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം 4 അല്ലി ചുമന്നുള്ളി, കുറച്ച് കറി ലീഫും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. ഈ മൂപ്പിച്ച കൂട്ടുകൂടെ കറിയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പും അതുപോലെ തക്കാളിയും ചേർന്നിട്ടുള്ള കറി ഇവിടെ റെഡിയായി. കൂട്ടുകാർ ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയും കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവച്ചത്.
ഇന്നത്തെ ഈ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നല്ല ചൂട് കുത്തിരിച്ചോറിനോടൊപ്പം ഇതേ ഒരു തവി കറിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റ് കറികളുടെ ആവശ്യമേ ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു പപ്പടവും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഊണ് കുശാലായത് തന്നെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഈ നാടൻ കറി റെസിപ്പി കൂട്ടുകാർ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.